ഇതാണ് പഴയ ആളുകൾ ചെയ്തത്. വെറും ചെറുചീര, വേറെ 5 പൈസയുടെ മരുന്നില്ല. ഒരു 4-5 ദിവസം അടുപ്പിച്ച് കഞ്ഞി വെച്ച് കൊടുക്കും കർക്കിടക മാസത്തിൽ. ഇതിന് ഒരു കാരണം വേണമല്ലോ. കാരണം ഇവൻ ഇത് കുടിക്കുന്നതിന് മുമ്പ് ചോദിക്കും എന്താ ഇന്ന് പ്രത്യേകിച്ച്, അവന് മാത്രമായിട്ട് കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് ഔഷധങ്ങൾ ഒരിക്കലും ആഹാരത്തിൽ നിന്ന് വ്യത്യസ്തമാകരുതെന്ന് അമ്മമാർ തീരുമാനിച്ചത്. ആഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഔഷധം കൊടുക്കുമ്പോൾ എനിക്കെന്തോ രോഗമുണ്ടെന്ന് തോന്നാനിടയുണ്ട്. മനസ്സിലായില്ല? എന്താ നിങ്ങളൊക്കെ കഴിക്കാതെ എനിക്കൊരു പ്രത്യേകത? എല്ലാവർക്കും ഒരു നേരത്തെ കഞ്ഞിയാണ് ഈ സാധനം, എല്ലാവർക്കും കഴിക്കാവുന്ന. ബാക്കിയുള്ളവർക്ക് വിളമ്പുമ്പോൾ നിർബന്ധിക്കുകയൊന്നുമില്ല. ഇവനെ എങ്ങനെയെങ്കിലുമൊക്കെ സൂത്രത്തിൽ ഇത് കുടിപ്പിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു, അത് കുനിഞ്ഞ വായിന്ന് വെള്ളം വരും. മനസ്സിലായില്ല? അത് മുലപ്പാൽ വലിച്ചു കുടിക്കില്ല. അതിന്റെ കാല് വലിച്ചാണ് നടക്കുന്നത്. കഴുത്തു നേരെ നിൽക്കുന്നില്ല. കായംകുളം വീട്ടിലെ അമ്മ പറമ്പിലിറങ്ങി ചെറിയ വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ നോക്കി അവിടുന്ന് 10 ഞമഞ്ഞി, നത്തക്ക, ഞൗണിക്ക, അട്ടക്കൂട്, ഏതാ നിങ്ങളുടെ നാടൻ ഭാഷ? അത്തക്ക. അതെടുത്തുകൊണ്ട് വന്നു. ഇംഗ്ലീഷ് മീഡിയം ഫ്രഷ് വാട്ടർ സ്നെയിൽ, ഇംഗ്ലീഷിൽ അങ്ങനെ പറയും. ഒച്ചു മാതൃകയിലുള്ള, മറ്റേ ഒച്ചല്ല, നത്തയ്ക്ക. മനസ്സിലായി? അതെടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ വായ മെല്ലെ പൊളിച്ചു, ഒരു കല്ലുപ്പ് അങ്ങോട്ട് വെച്ചു, എന്നിട്ടൊരു പാത്രത്തിൽ തല കീഴായി വെച്ചു. 3 മിനിറ്റ് കൊണ്ട് അതിൻ്റെ അകത്തെ മാംസം മുഴുവൻ വെള്ളമായി പാത്രത്തിൽ വീഴും. പിന്നെ തോടെയുള്ളൂ. ഉപ്പ് വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആ മാംസം വെള്ളമാവും. വേറെ ഒന്നും അതിനകത്തില്ല. പിന്നെ തോടെയുള്ളൂ. ആ തോടെടുത്ത് ദൂരെ കളയും. ആ വെള്ളം കുഞ്ഞിന് തൊട്ട് നാക്കേ കൊടുത്തു. ഒരു 11 ദിവസം കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ വായിൽ നിന്ന് വെള്ളം വരവ് നിന്നു. കാരണം അതിൻ്റെ എൻകഫാലൈറ്റിസ്, മൈക്രോകഫാലസ്, ഹൈഡ്രോകഫാലസ്, ഇവ കൊണ്ടാണ് ആ വെള്ളം വരുന്നത്. വല്യമ്മ വെള്ളം വരുന്നത് കാണുമ്പോൾ അറിയും അതിൻ്റെ ബ്രെയിനിന് തകരാറുണ്ട്. വല്യമ്മയുടെ ഡയഗ്നോസിസ് വെള്ളം വരുന്നത് മാത്രമാണ്. ആ വെള്ളം വരുമ്പോഴേ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൊണ്ടുപോയി പരിശോധിച്ച് തലയിൽ വെള്ളക്കെട്ടുണ്ട്, ഹൈഡ്രോകഫാലസ്, തലയിൽ അതിൻ്റെ കോശം ചുരുങ്ങിയിട്ടുണ്ട്, മൈക്രോകഫാലസ്, ആ തലയിൽ വൈറ്റ് മാറ്ററിന് തകരാറുണ്ട്, എൻകഫാലൈറ്റിസ് എന്ന് ഡയഗ്നോസ് ചെയ്യേണ്ട പേപ്പർ ആവശ്യം വരുന്നില്ല. ഇതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇത് ഡയഗ്നോസ് ചെയ്ത് വായിന്ന് വീഴുന്ന വെള്ളം നോക്കിയാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇടയ്ക്കൊരു ഞെട്ടലോ ചിലപ്പം വായിന്ന് വെള്ളം വരവോ വരും. ഉമിനീർ നിയന്ത്രണമില്ലാതെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അത് ബ്രെയിനിൻ്റെ ആ ഒരു തകരാറിൽ നിന്നാണ്. രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കും. മനസ്സിലായില്ല? എന്തെങ്കിലും ചെറിയ ഭയം വന്നാൽ മൂത്രത്തിൽ കൺട്രോൾ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക അളവ് മൂത്രം എത്തിക്കഴിയുമ്പോൾ ഒന്ന് ഞടുങ്ങും. ഇതൊന്നും കണ്ടിട്ടില്ല. നീ എന്താടാ മൂത്രം ഒഴിച്ചപ്പോ നിക്കറയിലൊക്കെ, എന്താടാ കയ്യിലിരുന്ന പാത്രത്തിലൊക്കെ ഞാനൊന്ന് ഞെട്ടി എന്ന് കരഞ്ഞു. മൂത്രം ഒഴിക്കുമ്പോൾ ഞെട്ടലുണ്ടല്ലേ? ശരി, പണിയുണ്ട്. നത്തക്കയുടെ മാംസം ഉപ്പിട്ട് ഈ സാധനം എടുത്തും കൊടുത്തു. തീർന്നു. ഒറ്റ നേരം. അതുകൊണ്ട് തന്നെ തീരും. അതൊരു 11 നേരം കൊടുത്താൽ തീർന്നു. പാർതാവൽ അല്ലെങ്കിൽ താറാവെന്നൊരു ചെടിയുണ്ട്. പൈൽസിനൊക്കെ വളരെ വിശിഷ്ടമായ ഒന്നാണ്. കൊടലി ചുരുക്കി എന്നൊരു പേര് ഈ നാട്ടിൽ പറയും. കേട്ടിട്ടുണ്ടാവും.
കുടല് ചുരുക്കി, അങ്ങനൊരു പേരും അറിയും. സാധാരണ പഴയ വീടുകളിൽ അത് തോരൻ വെച്ച് കൂട്ടും. എൻ്റെ തല കണ്ടിച്ചുകൊണ്ടെന്ന് തോരൻ വെച്ച് കൂട്ടും. മുറിവ് ഉണങ്ങുന്നതിൽ അത്ഭുതകരമായ കഴിവുള്ള ചെടിയാണത്. അതരച്ച് പാലിൽ കൊടുത്താൽ പൈൽസ് ഒരു നേരം കൊണ്ട് മാറും, ബ്ലീഡിങ് പൈൽസ്. അത് തോരൻ വെച്ച് കൂട്ടും ധാരാളമായി. കേട്ടിട്ടില്ല? താർ താവൽ എന്നും കുടലി ചുരുക്കി എന്നും അറിയപ്പെടും. പശു ധാരാളമായി തിന്നും. ഈ പടന്നു കിടക്കുന്ന ചുവന്ന തണ്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും, കറുത്ത തണ്ടുള്ള നീലത്തണ്ടുള്ള ഒരെണ്ണം മുകളിലേക്ക് വരും. നിങ്ങളുടെ ചെവിയിൽ കിടക്കുന്ന കടുക്കനിലെ ആ പൂവിൻ്റെ ആകൃതിയിലായിരിക്കും അതിൻ്റെ പൂവ്. ആ കടുക്കൻ പോലെ തന്നെ ഇരിക്കും. മുട്ടിന് പൂവുണ്ടാവും. നിങ്ങൾ രണ്ടുപേരുടെ ചെവിയിലെ കടുക്കൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ പൂവ്. ഇനി മനസ്സിലായില്ല? മഞ്ഞയല്ല, വെള്ളപ്പൂവ്. ചെറിയ വെള്ളപ്പൂവ്, ആ കടുക്കൻ്റെ രീതിയിൽ വട്ടത്തിൽ ഒരൊറ്റ പൂവ്. അത് ആ മുട്ടിനുണ്ടാവും. എല്ലാ മുട്ടിലും പൂവുണ്ടാവും. മുട്ടോടി ചേർന്നാണ് പൂ രണ്ട് സൈഡിലേക്കായിട്ട് വരുന്നത്. നേരെ നിൽക്കുന്ന നീലത്തണ്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അത് നേരെ നിവർന്ന് നിൽക്കും. വെള്ള തണ്ടുള്ള നിവർന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇത് രണ്ടും പശു ധാരാളമായി തിന്നും. ഇത് രണ്ടും അല്ലാതെ പടർന്നു കിടക്കുന്ന ചുവപ്പ് നിറമുള്ള ചരല് കൂടിയ മണ്ണുകളിൽ വളരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അതാണ് ഉത്തമം. അത് ചുവന്ന തണ്ടായിരിക്കും. അതിൻ്റെ ഇല പിരിഞ്ഞിരിക്കും. വളരെ തരിതരിപ്പുണ്ടായിരിക്കും. ആ സാധനം അതിൻ്റെ ഇളം തണ്ട് കണ്ടിച്ചു കൊണ്ടുവന്ന് തണ്ടും ഇലയുമായി ഉപ്പേരി വെച്ച് തോരൻ വെച്ച് കൂട്ടും. തോരൻ വെച്ച് കൂട്ടിയാൽ വയറ് ക്ലീനാവും. മാത്രമല്ല പേശികൾ, ഗുദത്തിൻ്റെ പേശികൾ മൂവ് ചെയ്യും. പശു ഇത് തിന്നുന്നതിൻ്റെ കാരണം അതാണ്. പശു തിന്നുന്നതുകൊണ്ട് ചാണകം അവിടെ പറ്റിയിരിക്കുകയില്ല. ചാണകം ഒരിക്കലും അതിൻ്റെ പൃഷ്ഠത്തിൽ പറ്റിയിരിക്കുകയില്ല, ക്ലീൻ ആയിരിക്കും. ഇത് തോരൻ കൂട്ടിയാൽ ഈ സാധനം നല്ല മലം കണ്ടിയായിട്ട് പോകും. മല ഉറച്ച് കണ്ടിയായിട്ട് പോകും. അല്ല, അതിന് തഴുതാമെന്ന് തന്നെ പേര്. താർത്താവൽ. താർത്താവൽ ആ മുറിവെണ്ണയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതെ, വെളുത്ത ഇനം ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതാണ് ഇവിടെ കൂടുതലുള്ളത്. മറ്റതുമുണ്ട്. മറ്റത് റോഡിന്റെ സൈഡിലും മറ്റും ചുവന്ന മണ്ണിട്ടിടത്ത് മറ്റേ വെറൈറ്റി പടന്ന് കിടപ്പുണ്ടാവും, ചുവന്ന തണ്ടോടുകൂടിയത്. രാവിലെ അരച്ച് പാലിൽ കഴിച്ചാൽ പൈൽസ് പോകും. ഇത് തോരൻ വെച്ച് കൂട്ടിയാൽ ഒട്ടനേകം ഉദര രോഗങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ അൾസർ, അസിഡിറ്റി എല്ലാം പോകും. ഇതിന് ചില സ്ഥലങ്ങളിൽ താറാവ് എന്നൊരു പേര് പറയുന്നതിന് കാരണം താറാവിന്റെ ചുണ്ടിന്റെ ആകൃതിയിലാണ് അതിന്റെ ഇല ഇരിക്കുന്നത്. ഇത് വേറൊരു പേരിതിനുണ്ട്. ആ പേര് പറയുമ്പോൾ ചിലപ്പോൾ അറിയും. നത്തച്ചൂരി എന്ന് പറയും. നത്തച്ചൂരി എന്നും ഇതിന് പറയും. നത്തച്ചൂരി എന്ന് പറയാൻ കാരണം ഇത് പിഴിഞ്ഞ നീരിനകത്തേക്ക് നത്തക്ക എടുത്തിട്ടാൽ പൊട്ടും. തെക്കൻ കേരളത്തിൽ നത്തച്ചൂരി എന്നാണ് തിരുവനന്തപുരം സൈഡിലൊക്കെ ഇത് അറിയുന്നത്. എല്ലാ ഏരിയയുടെയും ഭാഷ ഉപയോഗിക്കുന്നത് ഏത് ഏരിയയിലുള്ളവരും പഠിച്ചിരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമത്തിലും ആകും. കാരണം ഇത് പഠിക്കുന്നതിനിടയിലും പഠിക്കുന്നതിനേക്കാൾ എൻ്റെ നാട് അന്വേഷിക്കുന്നവർക്ക് വിഷമമുണ്ടാവും. ഇപ്പോൾ ഈ സാധനത്തിൻ്റെ പിഴിഞ്ഞ നീരിലേക്ക് ഈ നത്തക്ക എടുത്തിടും. പൊട്ടിയത് അതിനകത്ത് ലയിക്കുകയാൽ ആ തോടെടുത്ത് കളഞ്ഞ് അരിച്ച് അത് കൊടുത്താലും ഈ മസ്തിഷ്കത്തിലെ പ്രശ്നം നിൽക്കും. അത് പൈൽസിനും നല്ലതാണ്, മസ്തിഷ്കത്തിനും നല്ലതാണ്. നത്തക്കായും പൈൽസിന് നല്ലതാണ്. നത്തക്ക വേവിച്ചൊരു ഉരളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഗുദം തന്നെ കയറിപ്പോവും. അതിൻ്റെ ആവി അടിച്ചാൽ, ചൂടോടെ ആവി അടിക്കണേ, ചൂട് വേണം. അത് വെന്ത ആ മാംസത്തിൻ്റെ ചൂട് നല്ലപോലെ ഗുദത്തിൽ അടുപ്പിച്ചു കൊടുത്താൽ ഗുദം പുറത്തു വരുന്ന രോഗം പെട്ടെന്ന് മാറും. ഗുദഭ്രംശം.
മാംസം ഇവിടെ ധാരാളമായിട്ട് കഴിക്കും ഈ അസുഖത്തിന്. ബുധത്തിന്റെ ഇതിന് എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്, ഉദര രോഗങ്ങൾക്ക് നല്ലതാണ്, ഈ മസ്തിഷ്കത്തിന് വളരെ നല്ലതാണ്. ഇതിന്റെ ഏറ്റവും നല്ല പ്രയോഗം മുമ്പ് പറഞ്ഞ കുട്ടികൾക്ക് വരുന്ന എൻകഫാലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, അതിൽ പ്രത്യേകിച്ച് ഹൈഡ്രോകഫാലസിൽ, തല വലുതായിരിക്കുന്ന ഹൈഡ്രോകഫാലസിൽ കുട്ടിക്കാലത്ത് ഏറ്റവും അധികം പ്രയോഗത്തിലെത്തിക്കുന്നതും സ്കീസ്റോഫീനിയയ്ക്ക് മുമ്പ് പറഞ്ഞ മെന്റൽ രോഗത്തിന് പ്രയോഗത്തിലെത്തിക്കുന്നതും ചെന്തങ്ങ് എന്ന് പറഞ്ഞൊരു തെങ്ങുണ്ട്. CPCRIയിൽ പോയി ചോദിക്കരുത്, അവിടെ ചെന്തങ്ങ് ഗൗളിഗാത്രമാണ്, അത് ചെന്തങ്ങല്ല. വലിയ തെങ്ങിന്റെ വെറൈറ്റിയിൽ ചെത്തിക്കഴിഞ്ഞാൽ അകത്തെ മടല്, അകത്തെ തൊണ്ട് ചുവന്നിരിക്കുന്ന തേങ്ങയെയാണ് ചെന്തങ്ങെന്ന് പറയുന്നത്. അതുമാത്രമാണ് പഴയ കാലത്ത് പൂജയ്ക്കെടുത്തിരുന്നത്. പൂജയ്ക്കെടുത്തിരുന്ന എല്ലാ സാധനങ്ങളും ഔഷധങ്ങളാണ്. ചെന്തങ്ങിന്റെ കരിക്കിൽ നിന്നാണ് പഴയ കാലത്ത് കണ്ണിലൊഴിക്കാനുള്ള ഇളനീർ കുഴമ്പൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇന്നത് ഗൗളിഗാത്രത്തിന്റെ തെങ്ങാണ് വൈദ്യന്മാരുണ്ടാക്കുന്നത്. ഒരു പ്രയോജനം ഉണ്ടാവില്ല നീറുവെന്നല്ലാതെ. എന്നിട്ട് ആയുർവേദ മരുന്നിന് ബലമില്ലെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. മനസ്സിലായില്ല? ആ ചെന്തങ്ങിന്റെ വിളഞ്ഞ തേങ്ങ അത് ചിരകിയെടുത്ത്, ഇവിടെ ചിരകുക എന്നാണോ പറയാ, ചിരകുക, ചീകുക, ഏതാണ് ഭാഷ എന്ന് വെച്ചാൽ അതുപോലെ, തിരുമുക, തിരുമ്മിയെടുത്ത്, അതാ നല്ല ഭാഷ. തിരുമ്മിയെടുത്ത് അത് പിഴിഞ്ഞ പാല് ഈ നത്തക്കയുടെ മാംസവും ചേർത്ത് അരച്ച് അടുപ്പത്ത് വെച്ച് വെന്തെണ്ണ എടുക്കുക. ആ എണ്ണ 1 ടീസ്പൂൺ 1 ഔൺസ് പാലിൽ ഒഴിച്ച് രാവിലെയും വൈകുന്നേരവും കൊടുത്താൽ മസ്തിഷ്കം പോയയാളിന്റെ മസ്തിഷ്കം പുനരുജ്ജീവിക്കും. അപ്പൊ ഇങ്ങനെ ഒരാളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരില്ല, വീട്ടിൽ തന്നെ ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാവും. അതുകൊണ്ട് പുത്തൻ പേരുകൾ പലതും പിന്നീട് പ്രസക്തമായില്ല. ആഹാരത്തിലൂന്നി ജീവിതത്തെ നോക്കി ഭൗതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിത്യപരിചയമുള്ള ഒരമ്മ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും രോഗങ്ങളെ നിശ്ചയിച്ചുറച്ച് മരുന്ന് കൊടുത്തിരുന്ന കാലങ്ങളിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞിരുന്നതാണ് ഇന്ന് ഒരിക്കലും മാറാത്തതായി മാറുന്ന എല്ലാ രോഗങ്ങളും. വളരെ രസകരമായ ഒട്ടേറെ സംഗതികൾ കൊണ്ടാണ് അമ്മമാർ വളരെ എളുപ്പത്തിൽ മാറ്റിയിരുന്നത് പല രോഗങ്ങളും. ഒരു രോഗമല്ല, പല രോഗങ്ങളും. രോഗനിർണയത്തിലും രോഗചികിത്സയിലും ഒരുപോലെ നിഷ്ണാതരായിരുന്നു അവർ. അതിലാദ്യം അവർ ഉപയോഗിച്ചത് അന്നാഭിലാഷമാണ്. വിശപ്പ് ഉണ്ടായിരിക്കുക, യഥാകാലം വിശക്കുക, ഇല്ലെങ്കിൽ അത് രോഗമാണ്. ഒരമ്മ നോക്കിയിരിക്കും, രാവിലെ ഇത്ര മണിക്ക് ആഹാരം കഴിച്ചിട്ട് പോയതാണ്, എന്താ അവന് വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലെങ്കിൽ അത് രോഗം തന്നെയാണ്. അല്ലാതെ വിശക്കുന്നില്ലല്ലോ, അത് നന്നായി, ലാഭമാണ്, ഒന്നും വെക്കണ്ടല്ലോ എന്നല്ല എന്ന് തീരുമാനിക്കുക. അപ്പൊ അന്ന അഭിലാഷം, വേണ്ട സമയത്ത് ആഹാരം കഴിക്കണമെന്ന തോന്നൽ, കഴിക്കാനിരുന്നാൽ ഭക്ഷണത്തിന് രുചി. പഴയകാലത്ത് അമ്മ നോക്കും, ആഹാരം കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് വേണ്ട, മാറ്റി വയ്ക്കുകയാണ്. ആഹാര സാധനങ്ങൾ കഴിക്കാതെ എടുത്ത് കളയുന്നതിനെ രോഗമായാണ് പഴയ തലമുറ കണ്ടിരുന്നത്. എന്തെങ്കിലും രോഗലക്ഷണമില്ലാതെ ആഹാരത്തിന് വെറുപ്പ് വരില്ല.
ജീവൻ നിലനിൽക്കുന്ന അടിസ്ഥാന തന്തു ആഹാരമാണ്. അതിനോട് വെറുക്കണമെങ്കിൽ രോഗം ഉണ്ടാവണം. ഇതാണ് അവരുടെ വൈദ്യശാസ്ത്രം. ശരിയാണോ എന്ന് ആലോചിക്കുക. ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ ഈ കണക്കില്ല. ആഹാരം കഴിക്കാൻ ഇഷ്ടമില്ല, ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോളും, കഴിച്ചില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല 2 നേരം എന്നാണ് ഉന്നതരായ ഭിഷഗ്വര പ്രമാണിമാർ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേണ്ടപ്പോൾ ഇങ്ങ് വരും, കഴിക്കും, നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ട, ഇല്ലെങ്കിൽ ടിൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. പഴയ അമ്മമാർ അങ്ങനെയല്ല. എന്താടാ നിനക്ക് ആഹാരം വേണ്ടാത്തത്? അപ്പോഴാണ് അമ്മ രണ്ടാമത്തെ പരിപാടി നോക്കും. ഭക്ഷണം ദഹിക്കുന്നുണ്ടോ എന്ന് നോക്കും. കഴിച്ച ചോറൊക്കെ ചോറായിട്ട് പുറത്തു പോകുന്നുണ്ടോ? കഴിച്ചിട്ടുള്ള ചക്കച്ചുളയൊക്കെ ചക്കച്ചുളയായിട്ട് തന്നെ മുറിഞ്ഞ് വീഴുകയാണോ? പഴയകാലത്ത് അമ്മമാരുടെ ഒരു പണിയായിരുന്നത്, പോയി നോക്കും മലം. ആഹാരം ദഹിക്കുന്നുണ്ടോ? ശരീരമായി ആഹാരം രൂപാന്തരപ്പെടുന്നത് ഉപാപചയ പ്രവർത്തനം കൊണ്ടാണ്. ഇതാണ് ലോകത്തിലെ അടിസ്ഥാന വൈദ്യശാസ്ത്രം. ഈ വൈദ്യശാസ്ത്രം മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇംഗ്ലീഷിൽ പിള്ളേരെ പഠിപ്പിച്ച് വൈദ്യന്മാരാക്കി ഇറക്കി വിടുന്നത്. അവർ പഠിച്ച സാധനങ്ങൾ വെച്ച് നിങ്ങൾ ചെന്ന് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കുകയില്ല. അവർ രോഗത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് മരുന്നും കുറിച്ച് തന്ന് വിടുകയാണ്. നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നമായ ആഹാരത്തിന് വിശപ്പില്ല, ആഹാരം കഴിച്ചാൽ ദഹിക്കുന്നില്ല. ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പഴയ അമ്മമാർക്ക് 13 വിധത്തിലറിയാം. ആഹാരം ആദ്യം ദഹിച്ചിട്ട് അതിൻ്റെ രസം വേർപിരിഞ്ഞ് അതിൻ്റെ മലം പുറത്തു പോകുന്നു. അത് വേണ്ടത്ര സത്ത് വലിച്ചെടുത്തിട്ടാണ് എങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ ലവണങ്ങളുണ്ട്. ഏത് ആഹാരപദാർത്ഥം എടുത്ത് കത്തിച്ച് വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്ത് ആ വെള്ളം വറ്റിച്ചാൽ ഒരു ഉപ്പ് കിട്ടും. അതതിലെ ലവണമാണ്. എല്ലാ പദാർത്ഥങ്ങളിലും ഉപ്പുണ്ട്. ഭൂമിയുടെ ഉപ്പ് കലർന്നതാണ് മിക്കവാറും എല്ലാ പദാർത്ഥവും. ആ ഉപ്പെല്ലാം ഒരേ ഉപ്പല്ല. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ പ്രത്യേക ലവണങ്ങളാണവ. കോശത്തിന് സോഡിയത്തിൻ്റെ വേണ്ടപ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ വേണ്ടപ്പോൾ പൊട്ടാസ്യത്തിൻ്റെയും ശരീരം വലിച്ചെടുക്കുന്നത് ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. കോശത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ കലകൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ലെയറുകളാണ്. പൊട്ടാസ്യം കുറഞ്ഞാൽ മരണം ഉണ്ടാവും. പൊട്ടാസ്യം കൂടിയാൽ കിഡ്നിയൊക്കെ താറുമാറാവും, മൂത്രാശയം താറുമാറാവും. സോഡിയം കൂടിയാൽ മൃത്യുണ്ടാവും. സോഡിയം കുറഞ്ഞാൽ ഓർമ്മ പോകും. സോഡിയം കുറഞ്ഞതിന് താൽക്കാലികമായി സോഡിയം കൊടുത്താൽ ഓർമ്മ വന്നാലും സോഡിയം ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിവില്ലാതായാൽ കൊടുത്തുകൊണ്ട് നിലനിർത്താനാവില്ല. അപ്പൊ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് സോഡിയത്തെയും പൊട്ടാസ്യത്തെയും അതിൻ്റെ അനേക ഘടകങ്ങളെയും, സോഡിയം മുറിയാറ്റിക്കം അതൊരു ഘടകമാണ്. സോഡിയം ഫോസ്ഫോറിക്കം മറ്റൊരു ഘടകമാണ്. നാട്രം ഫോസ്ഫോറിക്കം. നാട്രം, ഞാൻ ആ പേര് പറയാതെ സോഡിയം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. നാട്രം, സൾഫ്യൂറിക്കം, അതൊരു സൾഫേറ്റ് റാഡിക്കലാണ് സോഡിയത്തിൻ്റെ. പൊട്ടാസ്യം സൾഫ്യൂറിക്കം
പൊട്ടാസ്യം എന്നുള്ളതിന് കാലിയം ഫോസ്ഫോറിക്കം, കാലിയം മുറിയാറ്റിക്കം, കാലിയം സൾഫൂറിക്കം എല്ലാം മുതലായവയ്ക്ക് കാൽസ്യം വേണം. കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്, മാംസങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന്, ചേനയിൽ നിന്ന് കാൽസ്യം വലിച്ചെടുക്കും ശരീരം. ചേനയിൽ കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട്, മനസ്സിലായില്ല? അതിലെ ഓക്സലേറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം, കാൽസ്യം ശരീരത്തിലേക്ക് കിട്ടണം. അതിനാ പഴയ അമ്മ തുറന്നു വെച്ച് വേവിക്കും. നിങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കും, ഓക്സലേറ്റ് ചെല്ലും, സ്റ്റോൺ ഉണ്ടാവും. കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആയിട്ട് മാറും. പഴയമ്മ പഠിപ്പില്ലാത്തവൾ, അവൾ കൽച്ചട്ടിയിൽ തുറന്നു വെച്ച് വേവിക്കും. നിങ്ങൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒറ്റ അടി അടിച്ച് തണുത്താൽ ഉടനെ തിന്നാൻ കൊടുക്കും. നല്ല അവിയല, പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഓക്സലേറ്റിൻ്റെ ചൊറിച്ചിലറിയില്ല. പക്ഷെ 4 ദിവസം അവിയൽ കൂട്ടിക്കഴിയുമ്പോൾ സ്റ്റോൺ ആവും. കർക്കിടക മാസത്തിൽ പറിച്ചാൽ ഓക്സലേറ്റ് കുറയും. കർക്കിടക മാസത്തിൽ പറിക്കുന്നത് കുംഭത്തിൽ നട്ടതായിരിക്കണം. കഴിഞ്ഞ കൊല്ലം നട്ടത് കർക്കിടകത്തിൽ പറിച്ചിട്ട് സ്വാമിജി പറഞ്ഞു കർക്കിടകത്തിൽ പറിച്ചോളാൻ കാര്യമില്ല. ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതിനകത്തുണ്ടാവും. അതിനേക്കാൾ അപകടകരമായത് അതിനകത്ത് ടഫ്ലോൺ ഉണ്ടാവും. ടഫ്ലോൺ വളരെ അപകടകാരിയായ ഒരു സാധനമാണ്. ആ പ്രഷർ കുക്കറിൻ്റെ അകത്ത് പൂശിയിരിക്കുന്ന ടഫ്ലോണാണ്. ചെറുപയർ അതിനകത്ത് 3 അടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ അടിച്ചാൽ അതിന് മഞ്ഞ നിറം വരുന്നത് ടഫ്ലോൺ ഉരുകിയതാണ്, ചെറുപയറിൻ്റെ അല്ല. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ നിറത്തിലും രുചിയിലും പായസം ഉണ്ടാക്കാൻ പ്രഷർ കുക്കറിലേക്ക് നല്ല ഉണങ്ങലരിയിട്ട് സാധാരണ അടിക്കുന്നതിൽ കൂടുതൽ പാലൊഴിച്ച് അടുപ്പിച്ചെടുത്താൽ മഞ്ഞ നിറത്തിൽ കിട്ടും. അപ്പോൾ അതിൽ ടഫ്ലോൺ കലർന്നതാണ് മഞ്ഞ നിറം. അമ്പലപ്പുഴ പാൽപ്പായസത്തിലെ പോലെ ഇളക്കി അത് നാനോ പാർട്ടിക്കിൾ ലെവലിലെത്തിയതല്ല. അമ്പലപ്പുഴ പാൽപ്പായസം നാനോ ടെക്നോളജിയിൽ കൊണ്ടുപോയി വെച്ചാൽ നാനോ ഡിസ്കാണ് കിട്ടുക. ആ പായസം ശരിയായി ഉണ്ടാക്കിയതാണ് എങ്കിൽ അതൊരു പ്രസാദമായി മേടിച്ച് കുടിച്ചാൽ പല രോഗങ്ങളും ഒന്നിച്ചു പോകും. നാനോ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഇതൊക്കെ സ്വാമിമാർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പറയുകയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചു പറയാവുന്നതാണ്. മറുപടി എൻ്റെ കയ്യിലുണ്ട്, അതുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ശങ്ക വേണ്ട. എൻ്റെ ഉപ്പുപ്പ കാന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കുന്ന പണി എനിക്കില്ല. സാരസ്വത അരിഷ്ടം, ദന്തി അരിഷ്ടം, നാഡീകഷായം, ബൃഹത് നാഡീകഷായം തുടങ്ങിയ കഷായങ്ങളും അരിഷ്ടങ്ങളുമെല്ലാം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രൂപപ്പെടുത്തിയെടുത്തത് അത്യന്താധുനികമായ ആറ്റമിക് ഫിസിക്സിനെയും അതിജീവിക്കുന്ന നാനോ വിദ്യകളെയും വെല്ലുന്ന സാങ്കേതികത്വത്തിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് ആധുനിക വൈദ്യശാസ്ത്രം തല കീഴായി മറിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ വൈദ്യവിശാരദന്മാർ, ആധുനിക വൈദ്യവിശാരദന്മാർ അതിൽ നിന്നുള്ള പരാജയം ഏറ്റുവാങ്ങി നിങ്ങൾ ഗൃഹവൈദ്യത്തിലേക്കോ ആദിവാസി ചികിത്സയിലേക്കോ ആയുർവേദ വൈദ്യന്മാരുടെ അടുക്കലേക്കോ ഓടാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായത്. ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഇത് കേൾക്കാൻ ഇവിടെ വന്നിരുന്നത്. ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ നിങ്ങളും ഇവിടെ വന്നിരിക്കുകയില്ല. ഒരു 10 കൊല്ലത്തിൻ്റെ ഡെവലപ്മെൻ്റായത്. നിങ്ങളുടെ അടുത്തൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു എന്ന് പൂർണ്ണമായി പറഞ്ഞ ഏതെങ്കിലും രോഗി 10 ദിവസത്തേക്കെങ്കിലും രക്ഷപ്പെട്ടിരുന്നു എന്ന കൃത്യമായ ഒരു അറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുമാറ് അറിവിലൊരു പരിണാമം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പ്രാചീനമായൊരു വൈദ്യശാസ്ത്രത്തെ ഏറ്റവും ആധുനികമായ കണ്ണടയിലൂടെ നോക്കുന്നതും ഉചിതമാണ്. നിങ്ങളുടെ അമ്മമാരുണ്ടാക്കിയ സൂപ്പുകൾ,
പച്ചക്കറികൾ കൊണ്ടുള്ളത്, ഇലകൾ കൊണ്ടുള്ളത്, നിങ്ങളുടെ അമ്മമാർ കർക്കിടകത്തിലും മറ്റുമുണ്ടാക്കിയ കഞ്ഞികൾ, നിങ്ങളുടെ അമ്മമാർ വച്ചു തന്ന കാടിക്കഞ്ഞികൾ. കാടിക്കഞ്ഞി എന്ന് പറയുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീട്ടിലുള്ള അംഗങ്ങൾ മുഴുവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കലത്തിലിരിക്കുന്ന ചോറും കൽച്ചട്ടിയിലിരിക്കുന്ന അവിയലും ഭരണിയിലിരിക്കുന്ന മോരും അപ്പുറത്തിരിക്കുന്ന സാമ്പാറുമെല്ലാം ഒരു കൽഭരണിയിലേക്ക് ഒഴിച്ചിടുന്നു. അതൊഴിച്ചിട്ടിട്ട് അടുത്ത ദിവസത്തെയും ഒഴിച്ചിടുന്നു. അതവിടെ കിടന്ന് പുളിക്കുന്നു. ഇങ്ങനെ വാരിയിടുന്നു. നിങ്ങൾക്കിപ്പോൾ അറപ്പാണ് തോന്നുക. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ വെച്ച് ഈ സാധനം അടച്ചവിടെ വെക്കുന്നു. ഇതിങ്ങനെ പുളിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, കാളൻ, സകല സാധനവും അതിനകത്തുണ്ടാവും. ഒരു സാധനവും പുറത്ത് കളയില്ല. അത് ആ കൽഭരണിക്കകത്ത് കിടന്ന് പുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ പറമ്പിലേക്കോ പാടത്തേക്കോ പണിയാൻ പോകുമ്പോൾ ഒരു കുടത്തിനകത്ത് ഈ സാധനം മുക്കിക്കൊണ്ട് പോകും. 2 കാന്താരി മുളക് ഉടയ്ക്കും, വെറും വെള്ളം. എന്നിട്ട് നല്ല വെയിൽ വരുമ്പോൾ ഇതാ കുടിക്കുക, കള്ളു കുടിക്കുന്ന പോലെ. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പണിത് വിഷമിച്ചാൽ, മറ്റുള്ളവർക്ക് ആഹാരമൊക്കെ കൊടുത്താൽ, വീട്ടിൽ അടുക്കളയിൽ പണിയുന്ന സ്ത്രീകൾ പലപ്പോഴും കുടിച്ചിരുന്നത് ഇതാണ്. അതിനകത്തുള്ള എല്ലാ ബാക്ടീരിയയും ഗ്ലൂക്കോമൈഡിൽ പ്രവർത്തിക്കുന്ന ബാക്ടീരിയകളാണ്. മനസ്സിലായില്ല? ആ ബാക്ടീരിയകൾ ഇതര ബാക്ടീരിയകളെ നേരിടാനുള്ള ഏറ്റവും വലിയ ഔഷധമാണ്. ബാക്ടീരിയ ഉപയോഗിച്ച് ബാക്ടീരിയകളെയും വൈറസുകളെയും അമീബകളെയും നേരിടുന്ന ഒരു ചികിത്സാശാസ്ത്രം ഇന്ത്യൻ അടുക്കളകളിൽ സജീവമായി നിലനിന്നതുപോലെ ആധുനിക വൈറോളജിയുടെയും ആധുനിക അമീബിയോളജിയുടെയും ആധുനിക മൈക്രോബയോളജിയുടെയും രംഗവേദികളിലില്ല. എവിടെയാണ് ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുക? ബാക്ടീരിയയെ കൾച്ചർ ചെയ്ത് അവയെ ഉപയോഗിച്ച് എങ്ങനെയാണ് രോഗത്തെ അതിശക്തമായി നേരിടുക? നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, മൈക്രോബയോളജി പഠിച്ചവരാരെങ്കിലും ഇടയിലുണ്ടെങ്കിൽ, ബയോകെമിസ്ട്രിയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന, പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കണം. പഠിച്ച വിഷയങ്ങളോട് ചേർത്ത് കുടുംബത്തിനകത്ത് കാണുന്നത് പഠിച്ചു വെക്കണം. അതിനെയൊക്കെ അന്ധമായി എതിർത്ത് ശീലിക്കരുത്. വല്യമ്മ രാവിലെ മുക്കിക്കുടിക്കുന്ന ഈ വെള്ളം കഴിഞ്ഞ് വല്യമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കുകയും വളരെ സ്വാദിഷ്ടമായി പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവൻ ഈ ആരോഗ്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ വല്യമ്മയുടെ ആരോഗ്യത്തിന് കാരണമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ കെമിക്കൽ ബോണ്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അതിനാ ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ ടെസ്റ്റ് ട്യൂബിനകത്ത് വളരുന്നത് മാത്രമാണ് ശാസ്ത്രം എന്ന് വിചാരിക്കരുത്. ഒരു ഇരുമ്പ് കുഴിപ്പിഞ്ഞാണം എടുത്ത് അല്ലേ പഴയൊരു ഇരുമ്പ് കുഴിപ്പിഞ്ഞാണം, ആ വെള്ള നിറത്തിലുള്ളത് കണ്ടിട്ടില്ല? കവടി പിഞ്ഞാണം. ആ ഒരു കവടി പിഞ്ഞാണം എടുത്ത് അതിലേക്ക് ഈ പുളിച്ച വെള്ളം മുക്കി ഒഴിച്ച് അതിലേക്ക് ഒരു കാന്താരി മുളകും പൊട്ടിച്ച് ഒരു പിടിപ്പീരങ്ങ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് പണിയെടുക്കാനുള്ള ഊർജ്ജമായി. ഇത് നെല്ല് കൊയ്ത് കൊണ്ട് വയ്ക്കുമ്പോൾ കറ്റരി അല്ലെങ്കിൽ കറുത്തരി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, കേട്ടിട്ടില്ല? ആ മങ്കരി, അതാണ് കറക്റ്റ് വേർഡ്, മങ്കരി. ഈ മങ്ക് കളയില്ല പഴയ ആളുകൾ. നല്ല അരിയുടെ നുറുക്കും ഈ മങ്കും എല്ലാം ചേർന്ന് കലർന്നാ കിടക്കുക. നല്ല അരിയുടെ നുറുക്കരികൾ ഉണ്ടാവും. മനസ്സിലായില്ല? അതിനകത്ത് ഈ മങ്കും കലർന്ന് കിടക്കും. ആ മങ്കരി ഈ വെള്ളം മുക്കിയെടുത്ത് അടുപ്പത്ത് വെക്കും. എന്നിട്ടിത് നല്ല പോലെ തിളയ്ക്കും. ആറാവുമ്പോഴേക്ക്